നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് സമ്മേളനത്തിലൂടെ നാസർ CPM ജില്ലാ സെക്രട്ടറി പദത്തിൽ എത്തുന്നത്. MLA-മാരായ യു പ്രതിഭ, MS അരുൺകുമാർ തുടങ്ങി 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 5 പേരെ ഒഴിവാക്കി. അതിനിടെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ പരിഹസിച്ച് കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഭാസ്കർ രംഗത്ത് വന്നു. മണിയടിക്കുന്നവർക്കും താണു വണങ്ങി നിൽക്കുന്നവർക്കും സ്ഥാനം ലഭിച്ചു എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, 2 MLA-മാർ അടക്കം 4 പേർ പുതിയതായി എത്തുന്നു, 5 പേർ ഒഴിവാകുന്നു. ഈ ഒഴിവായവരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ടോ? ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലം എന്താണ്? ശ്രീജ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് അല്പസമയം മുമ്പ് തിരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി R നാസർ തുടരും. തുടർച്ചയായി 3ാമത്തെ ടേമാണ് നാസർ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 4 പുതുമുഖങ്ങളാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കായംകുളം MLA യു പ്രതിഭ, ഒപ്പം മാവേലിക്കര MLA MS അരുൺകുമാർ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P രഘുനാഥും ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രനുമാണ് കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള പുതിയ ആളുകൾ. ഒപ്പം ഒഴിവാക്കപ്പെട്ടവർ ജലജ ചന്ദ്രൻ, മാരാരിക്കുളത്തു നിന്ന് തന്നെയുള്ള ജലജ ചന്ദ്രൻ ഒഴിവാക്കപ്പെട്ടു. അത്തരത്തിലുള്ള N ശിവദാസൻ, കായംകുളത്ത് നിന്നുള്ള N ശിവദാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അരവിന്ദാക്ഷ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത്. അതിൽ തന്നെ കായംകുളത്ത് നിന്നും R നാസറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, സജിശ്രേൺ വിഭാഗവുമായി ഒരുമിച്ച് ചേർന്ന് പോകുന്ന യു പ്രതിഭ കമ്മിറ്റിയിലേക്ക് പുതുതായി ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമ്മേളനത്തിൽ പരിഗണിക്കപ്പെട്ട പേരായിരുന്നു കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷായുടേത്. പക്ഷേ അബിൻ ഷാ ആ കമ്മിറ്റിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് അബിൻ ഷായുടേതായി സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഈ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു ആൾക്ക് മുന്നിൽ, അതായത് താണു വണങ്ങി നിൽക്കുന്ന ഒരാളുടെ ചിത്രവും ഒപ്പം തന്നെ ഒരു മണി അടിക്കുന്ന ദൃശ്യവുമാണ് അദ്ദേഹം ചിത്രങ്ങളുമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ താണു വണങ്ങി നിൽക്കുന്നവർക്കും മണിയടിക്കുന്നവർക്കും മാത്രമേ അതിനകത്ത് ഭാവി ഉണ്ട് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അബിൻ ഷായുടേതായി വന്നത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്ന സമ്മേളനമാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി അവസാനിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘടനാ ചർച്ചകളിലൊക്കെ തന്നെയും വലിയ വിഭാഗീയ പ്രശ്നങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ചോർച്ചയും ഉണ്ടായൊരിടമാണ്. പക്ഷെ അവിടെ ഒന്നും തന്നെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോഗ്യകരമായ ചർച്ചകളൊന്നും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് 3ാമതും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട R നാസറിന്റെ വാക്കുകൾ കേൾക്കാം. ജില്ലാ സെക്രട്ടറി കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും അത് ജില്ലാ സെക്രട്ടേറിയറ്റ് പറയത്തില്ല. കോട്ടയത്ത് മാത്രമാണ് സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളിടത്തൊന്നും ആയിട്ടില്ല. എല്ലായിടത്തും സമ്മേളനം കഴിഞ്ഞ ശേഷം സംസ്ഥാന കമ്മിറ്റി വിവരമായിട്ട് പരിശോധിച്ച് അങ്ങനെയായിരിക്കും സെക്രട്ടേറിയറ്റ്. വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികളാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ ശക്തി. അവരുടെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് 42,900 പാർട്ടി അംഗങ്ങളുണ്ട്. അതേപോലെ 2811 ബ്രാഞ്ചുകളുണ്ട്. 159 ലോക്കൽ കമ്മിറ്റികളുണ്ട്. 15 ഏരിയ കമ്മിറ്റിയുണ്ട്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി. ഇത്രയും ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതിന് ഉതകുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത്.